ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വാമിക്ക് ജീവനെ മുമ്പേ അറിയാലേ? ഇല്ല സർ, ഇവിടെ സ്റ്റാഫായിട്ട് വന്നതിന് ശേഷമുള്ള ബന്ധം മാത്രമാണ്. ഞാനൊരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അപ്ലൈ ചെയ്യായിരുന്നു. അല്ല സർ, എന്താ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കുന്നത്? അത് വേണ്ടമ്മേ, ഞാൻ ഹരിയെ കാണുന്നില്ല. എനിക്കതിനുള്ള ഭാഗ്യമില്ല. അടുത്ത് ചെന്നിരിക്കേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും എല്ലാം ഞാനാണ്. പക്ഷെ ഞാനതൊക്കെ ചെയ്യുന്നത് കാത്തിരിക്കാം അയാള് ചെയ്യും. ഹരി അവര് നാണം കെടുത്തു, പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കും. അത് വേണോ അമ്മേ? അവളുടെ ശാപത്തിന്റെ ശക്തി എന്താണെന്ന് അവനറിയില്ല. അവന് മാത്രമല്ല, അവന്റെ അച്ഛനും. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സർ, ഇതൊന്ന് ചെക്ക് ചെയ്ത ഡെലിവറി ആയിരുന്നു സർ. സ്വാമി, സ്വാമി ഒന്നിരിക്കേ. വേണ്ട സർ. ഇരിക്കു സ്വാമി. എന്താ സർ? കണക്കുകൾ മുഴുവനും നോക്കുന്ന സ്വാമിയാണല്ലോ. ഓഫീസിൽ വരുന്നു പോകുന്നു എന്നല്ലാതെ ജീവനോട് ഞാൻ കമ്പനി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുമില്ല. അല്ല, ജെആറിന്റെ ആസ്തി എത്രയാ? സ്വാമിക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? സർ, അതിന് ഞാനൊരു അക്കൗണ്ടിന് മാത്രമാണ് സർ. സാറിന്റെ ആസ്തിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഓക്കെ. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോണുകളുണ്ടോ? ഈ ബിസിനസ് ലോണുകൾ? ഇല്ല സർ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചടവ് ഞാൻ അറിയേണ്ടതാ. വിദേശത്തെ ഏതെങ്കിലും കമ്പനികളുമായിട്ട് നമ്മുടെ കമ്പനിക്ക് ടൈപ്പ് ഉണ്ടോ? ഐ മീൻ, വിദേശികളുടെ പണം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന രീതി അങ്ങനെ? ഐ എം റിയലി സോറി സർ. ജെആർ സാർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ആൻഡ് ഐ റിപ്പീറ്റ്, ഐ ആം ഓൺലി ആൻ അക്കൗണ്ടന്റ് സർ. സ്വാമി, എനിക്ക് നന്നായിട്ട് അറിയാം. സ്വാമി മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് എന്റെ മകന്റെ കാര്യമാണ്. എനിക്ക് അറിയാത്ത കാര്യങ്ങളാ സാറേ. സ്വാമിക്ക് ജീവനെ മുമ്പേ അറിയാലേ? ഇല്ല സർ, ഇവിടെ സ്റ്റാഫായിട്ട് വന്നതിന് ശേഷമുള്ള ബന്ധം മാത്രമാണ്. ഞാനൊരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അപ്ലൈ ചെയ്യായിരുന്നു. അല്ല സർ, എന്താ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കുന്നത്? അത് എന്റെ ഒരു ശീലമാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോ അതിന്റെ തൂണുകൾ എത്രമാത്രം മണ്ണിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ സ്വാമി? യെസ് യെസ്, യു ആർ കറക്റ്റ്. ഉത്തര, ആ കൃഷി ഓഫീസർ, യഥാർത്ഥത്തിൽ ജീവനും ഉത്തരയും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഉത്തരയാണോ പുറത്തേക്കുള്ള ബിസിനസ്സുകൾ കണക്ട് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും സാറിനോട് സോറി പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഉത്രയെ ജെആർ എനിക്ക് പരിചയപ്പെടുത്തി. വല്ലപ്പോഴും വരുന്ന കുട്ടി, മാന്യമായി പെരുമാറുന്ന കുട്ടി. ദാറ്റ്സ് ഓൾ. എങ്കിൽ സ്വാമി പൊയ്ക്കോളൂ. പിന്നെ സ്വാമി, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് സ്വാമി ജീവനോട് പറയണ്ട. അത് വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് എന്നോട് ചോദിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുക. അതുകൊണ്ടാ. ശരി ശരി.
നീ ആ കൈയൊന്നും അനക്കണ്ട. ഞാൻ നിനക്ക് എല്ലാം ശരിക്കും കുത്തിത്തരാം. ഇല്ലെങ്കിലേ വയസ്സാകാലത്ത് ഓരോന്നും ഞാൻ കാണേണ്ടി വരും. ദാ, അമ്മ ഫോൺ ആ, 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 സുജാതയാ. എടുക്കട്ടാ ഞാൻ ആ സ്പീക്കർ ഫോൺ ഇടാം. ആ, ഹലോ മോനെ, കൈയുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞത്? കൈയുടെ കാര്യമാ. അമ്മ ഒടിവില്ല, പക്ഷെ പുറകുവശം അനങ്ങാതിരിക്കല്ലേ. കൈ മാത്രമല്ല സുജാതെ, ശരീരം മൊത്തം അവര് തല്ലിച്ചതച്ചായിരുന്നു. ആന്റി, നിത്യ ഹരി വന്ന വിവരം അറിഞ്ഞപ്പോ അവൾ അങ്ങോട്ട് ഓടിപ്പോന്നതാ. പക്ഷെ ജീവൻ തടഞ്ഞു. ഹരിയുടെ കേസിന്റെ കാര്യം പറഞ്ഞ തടഞ്ഞത്. പിന്നെ പെണ്ണ് കേസല്ലേ. ഏതായാലും എന്റെ മോന്റെ തലയെ ചാർത്തി കൊടുത്ത ബഹുമതി കൊള്ളാം. ഇതുകൊണ്ടൊക്കെ എല്ലാ കാലത്തും ജയിക്കുന്നൊരു ധാരണ അവനുണ്ടേ. പക്ഷേ അവനെ കാത്തിരിക്കുന്ന വിധി ചെറുതൊന്നും ആയിരിക്കില്ല. സുജാ നോയിക്കോ. ഹരി, നിന്നോടും നിത്യയോടും എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അവൻ നിങ്ങളെ അകറ്റാൻ നോക്കും, കൊല്ലാൻ നോക്കും. ആ ഭീഷണിയുടെ മുൻപില് മനസ്സ് തളർന്നു പോയാ നിങ്ങൾ സ്വയം ഇല്ലാതാവും. തളർന്നു പോയെന്ന് ആന്റിയോട് ആരാ പറഞ്ഞത്? ജയാറ് അവന് ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്യട്ടെ ആന്റി. കയ്യും കാലും തല്ലി ഒടിക്കുകയല്ല, വെട്ടിയരിഞ്ഞ് മാറ്റിയാ പോലും എന്റെ മനസ്സിന് ഒരു തളർച്ചയും സംഭവിക്കില്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് അവനെ പൂട്ടാനാണെങ്കിൽ അത് പൂട്ടിയിട്ടേ ഞാൻ ഇറങ്ങൂ. ശരിയാ, നമ്മുടെ കയ്യിൽ പണമില്ല. കൂടെ നിന്ന തൊഴിലാളികളിൽ എത്ര പേര് കൂടെ നിൽക്കുമെന്ന് ഉറപ്പുമില്ല. പക്ഷെ ഞാനത് വിട്ടുകൊടുക്കില്ല ആന്റി. ജെആറിനെതിരെയുള്ള യുദ്ധം നടത്താൻ ഞാൻ ഒറ്റയ്ക്ക് മതി ആന്റി. അതിനിടയിൽ അവൻ എന്നെ കൊന്നാ പോലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ പറയാ അറിയാല്ലേ? എടാ, ഈ ചിന്തയോടാണ് നീ നിൽക്കുന്നെങ്കിൽ അവൻ ആരെയും തൊടുകയല്ല. അല്ലേ സുജാതെ? സുജാതെ, നിത്യോടും കൂടെ പറഞ്ഞേക്ക്. അവളും ഇതുപോലെ മനോബലം കാണിച്ചാലേ ആ ജയാറെ അവൻ തോട്ടി തലകുനിക്കും. ഹരി, നിത്യയെ കണ്ട് പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമാ. അവളെ ദ്രോഹിക്കുന്നത് ജീവനായാലും രഘുവേട്ടനായാലും അവരെല്ലാവരും എന്റെ ശത്രുക്കളാ.